ശ്രീ സതീഷ് വസന്ത്, നമ്മൾ ഇപ്പോൾ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഒരു സംവിധാനമാണ് പോലീസ്. ആ പോലീസ് ക്രിമിനലുകൾക്കൊപ്പം, ഗുണ്ടകൾക്കൊപ്പം, സാമൂഹ്യ വിരുദ്ധന്മാർക്കൊപ്പം ഒത്തുചേരുമ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ എങ്ങനെയാണ് സാധാരണക്കാരൻ്റെ അഭയകേന്ദ്രമായി മാറുന്നത്? ഞാൻ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുകയാണ്. ഭരണം മാറിയിട്ടും ഒരു പോലീസ് സ്റ്റേഷനിൽ ഇവർക്ക് ഇത്രത്തോളം സ്വാധീനമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ അല്ലെങ്കിൽ DYFI-യുടെയൊക്കെ ഇത്തരക്കാർക്ക് കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ തീരെഴുതി കൊടുത്തിരുന്നില്ലേ? നമുക്ക് രഞ്ജിത്ത്, നിങ്ങൾ പറയുമ്പോഴത്തേ ഈ ഗുണ്ടെന്നും അല്ല ക്രിമിനലെന്നാണ്. ഇവരൊക്കെ ക്രിമിനലും ഗുണ്ടകളാണോ? രാഷ്ട്രീയ പാർട്ടിയിൽ അവർ വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ലേ? അവിടെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു പ്രകോപനം വരും, അവിടെ ഒരു പ്രശ്നങ്ങളിലേക്ക് വരുന്നവർ ഗുണ്ടകളാണോ? നിങ്ങൾ ബാക്കിയുള്ള ഗുണ്ട അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട നമ്മളെ യുവമേർച്ചയുടെ നേരത്തെ അഖിലിൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കുകയാണ്. സുഗതൻ ഗുണ്ടയാണോ? നിങ്ങൾ സമ്മതിക്കുമല്ലോ. അപ്പം സുഗതൻ നിങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ, അദ്ദേഹം കാപ്പ ചുമത്തി ഇട്ടേക്കുന്നത്, നിങ്ങൾ കാപ്പയിൽ നിങ്ങൾ ജയിലിൽ പോയാണ് അദ്ദേഹത്തിൻ്റെ സത്യം പറഞ്ഞ രണ്ടാമത് അദ്ദേഹം ഗുണ്ടയാണോ? നിങ്ങൾ സമ്മതിച്ചാൽ മതി, നമുക്ക് കുഴപ്പമില്ല. എന്നാൽ ബഹുമാനപ്പെട്ട IPBനും നമ്മളെ ആറ്റുകാലുള്ള കൗൺസിലറായ ഉണ്ണിയൊക്കെ ഇതെന്ന് പറയാം. നമുക്ക് അങ്ങനെ അല്ലല്ലോ. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം ഉണ്ണാനാണോ, ഓണം ആഘോഷത്തിനാണോ വന്നത്? അതാദ്യം മനസ്സിലാക്കൂ. നിങ്ങളൊരു ബേസിക് എന്താ, അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ ബെയിലുണ്ട്. കണ്ടീഷൻ ബെയിലിന് എല്ലാ ശനിയാഴ്ചയും വന്ന് അവിടെ ഒപ്പിടുക. അവർ ഒരുമിച്ച് പോയി സ്റ്റേഷനിൽ ഒപ്പിട്ടു. ആ ഒപ്പിട്ടപ്പോഴത്തേക്ക് ഓണാഘോഷം നടക്കുന്ന വെളിയിലാണ്, സ്റ്റേഷൻ്റെ പ്രിമിസസിൻ്റെ വെളിയിലാണ്. നിങ്ങൾ പറയുന്നത് വെച്ചാൽ അവിടെ കനവക്കുന്ന് കൊട്ടാരത്തിൻ്റെ മ്യൂസിയത്തിൻ്റെ സ്റ്റേഷൻ്റെ പുറത്താണ് ഊഞ്ഞാലേനെ അവർ ഓണത്തിൻ്റെ ഒരു അത്തം എടുത്തിട്ടുണ്ട്, അവർ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അവർ അല്ലാതെ എന്താണെന്ന് നിങ്ങൾ SH പറയും. നിങ്ങൾ പറയും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു രാഷ്ട്രീയം പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് കോൺഗ്രസിൻ്റെ ആൾക്കാരും ഉണ്ടല്ലോ, അത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരല്ലോ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ ഈ സംഘത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇടതുപക്ഷ പ്രസ്ഥാനം ഭരിച്ചപ്പോഴത്തേക്ക് ഭരിച്ചപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം എന്ന് വെച്ച് പോലീസ് സ്റ്റേഷനിൽ RSSന്റെ ശാഖ നടത്താൻ സമ്മതിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷൻ്റെ അകത്താണോ ഒന്ന് രഞ്ജിത്ത് പറയുന്നത്. നമ്മളെന്ന് പറയുന്നത് ഞാൻ ഇത് ന്യായീകരിക്കാനും ഞാൻ പോകുന്നൊന്നുമില്ല. അവർ ചെയ്തിട്ടുണ്ട്, അവർ കുട്ടികളാണ്, അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് അവർക്ക് അവർ ഗുണ്ടകളാണ്, ക്രിമിനലാണ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. AD തോമസ് അദ്ദേഹം ഇന്ന് MLA ആയിട്ടുണ്ട്. അദ്ദേഹം ഇതാണ് ചെയ്തത്. അവരൊരു മുഖ്യമന്ത്രിയുടെ വാഹനം വന്നപ്പോഴത്തേക്ക് അദ്ദേഹം തടഞ്ഞല്ലേ? അവിടെ AD തോമസ് കരിങ്കൊടി കാണിച്ചു, ആയിരിക്കട്ടെ. അന്നത്തെ കേസ് എങ്ങനെയാണ്? AD തോമസിനെയും കൂട്ടുകാരനെയും പിണറായിയുടെ ഗുണ്ടകൾ, പിണറായിയുടെ ഗൺമാൻമാരെന്ന് പറയുന്ന ഗുണ്ടകൾ ആക്രമിച്ചത് അന്ന് ചെയ്തപ്പോൾ നിങ്ങൾ പോലീസ് ഗുണ്ടകൾ എന്ന് പറഞ്ഞു. ഇന്ന് അവര് ഈ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പോലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതത് പറയൂ. ഞാൻ പറയട്ടെ, കോൺഗ്രസ് തോമസ് കരിങ്കൊടി കാണിച്ചതും ഇതുമായിട്ട് നിങ്ങൾക്ക് ഒരു കമ്പാരിസൺ ഇല്ലേ? ഞാനൊരു കാര്യം ഇവർ ഏതെങ്കിലും ഗുണ്ട ആക്ടിൽ പ്രതികളാണോ? ഈ അത് രാഷ്ട്രീയ കേസിൽ നിന്നേ മുഖ്യമന്ത്രിയുടെ വാഹനം പോകുന്ന സമയത്ത് കരിങ്കൊടി റോഡിന്റെ അരികിൽ നിന്ന് കരിങ്കൊടി കാണിക്കുമ്പോഴാണ് അവര് ഗൺമാൻ ഇറങ്ങി, അതും പോലീസ് ഉദ്യോഗസ്ഥർ ഗൺമാൻ ഇറങ്ങി ക്രൂരമായി അടിച്ചത്. അതുപോലെയാണോ ഒരു കാര്യം പറ്റും, ഇവര് ആന്റി സോഷ്യൽ ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും പ്രതികളായിട്ടുള്ള ആൾക്കാരാണ് അവര്. ഇവർ രണ്ടുപേരും മുൻ കൗൺസിലർ, നല്ല കൗൺസിലർ ആയി എന്നത് ഒരു ജസ്റ്റിഫിക്കേഷൻ അല്ല. അദ്ദേഹം ഇക്കണ്ട കാലം നടത്തിയിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിന് ഒരു ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾ CPM അംഗത്വമുണ്ട് കൗൺസിലർ ആയി എന്നത് പറയരുത്. ഏറ്റവും ഒടുവിൽ ED കേസ് തന്നെയല്ലേ? ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കാൻ ആളെ വിളിച്ചുകൂട്ടി ഈ പറഞ്ഞ ചീമുട്ട ശേഖരിച്ചുകൊണ്ട് കരിങ്കല്ലും ചുടുകട്ടയും കൊണ്ട് ആ വാഹനങ്ങളെ ആക്രമിച്ചു. ഞാൻ അങ്ങനെ നേരിട്ട് ഒറ്റ കാര്യം ഒറ്റ കാര്യം ഈ 65 ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നത് എന്തിനാണെന്ന് അങ്ങേക്ക് അറിയാലോ. അപ്പൊ അങ്ങനെ ഒരാൾ കണ്ടീഷൻ ബെയിലോട് കൂടെ പുറത്തിറങ്ങിയിട്ടുള്ള ഒരാൾ
പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സൈൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ ഓണാഘോഷത്തിൽ പങ്കെടുത്ത് ഊഞ്ഞാലാടിയതിനെ ധാർമ്മികമായിട്ട് അങ്ങ് അംഗീകരിക്കുന്നു. എങ്ങനെ പങ്കെടുത്തത്? ധാർമ്മികമായിട്ട് അങ്ങ് അംഗീകരിക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞു വെളിയിരുന്ന ഊഞ്ഞാലിലും അത്തത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ഒരു സാധാരണക്കാരൻ പോയി അവിടെ ഊഞ്ഞാലാടാൻ ഒരു പരാതി കൊടുക്കാൻ ഒരു സാധാരണക്കാരൻ പോയാൽ എങ്ങനെയാണ് സമീപനം പോലീസിന്റെ എന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അതിന്റെ ബാധ മാറാത്ത ചില പോലീസുകാരാണ്. അതിന്റെ ബാധ മാറാത്ത ചില പോലീസുകാരാണ്. അതിന്റെ ബാധ മാറാത്ത ചില പോലീസുകാരാണ് അവരെ നിലക്ക് നിർത്തും. അല്ല, ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം വിട്ട് ഇപ്പൊ നമ്മൾ സ്വാഭാവികമായി അവിടെ പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഇപ്പം രഞ്ജിത്തൊക്കെ പറയുന്നതായിട്ട് അവരെ വിളിച്ചു വരുത്തി ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. ഷർട്ടുകൾ മേടിച്ചു, അല്ലെങ്കിൽ 66 മുണ്ട് വാങ്ങി. അതിലൊന്നാണ് ഈ പറയുന്ന ആളുകൾ കൊടുത്തിരിക്കുന്നത്. വക്കീലാണ്. സാധാരണ കണ്ടീഷൻ പോകുമ്പോ എന്താണ് ചെയ്യുന്നത്? നമ്മൾ അകത്തു കയറുന്നു, പേര് വിളിക്കുന്നു, ഒപ്പിടുന്നു, അടുത്ത സെക്കൻഡിൽ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ഇതുപോലെ രാവിലെ 10 മണിക്ക് വരുന്ന ആൾക്കാർ ഉച്ചയ്ക്ക് 12 മണി വരെ ആ സ്റ്റേഷൻ ചുറ്റിപ്പറ്റി. അങ്ങ് പറയുന്നതിലൊരു കാര്യമുണ്ട്, ഇതിൽ IPBന് തന്നെ സ്വന്തമായി ചിത്രീകരിച്ച റീൽസ് മാത്രമേ പുറത്തു വന്നുള്ളൂ. അപ്പോൾ അതല്ലാതെ എത്ര മണിക്കൂർ സ്റ്റേഷനകത്ത് ചെലവഴിച്ചു വന്നോ, അവിടെ എന്ത് ആഘോഷത്തിൽ പങ്കെടുത്തോ എന്ന് നമുക്കറിയില്ല. അല്ല, ഞാൻ പറഞ്ഞ ഒരു പാർട്ടിക്ക് ഒരു കോടതി പറഞ്ഞ സമയത്തിന് സ്റ്റേഷനിൽ ഒപ്പിടാൻ പോകുമ്പോൾ ഇത്ര സമയത്തിനകത്ത് ഒപ്പിട്ട് വെളിയിറങ്ങണമെന്ന് എവിടെയെങ്കിലും കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടില്ല. ചിലപ്പോൾ പോലീസുകാർ പറയും അവിടെ ഇരിക്കാൻ പറയും, സ്വപ്പ കഴിഞ്ഞിട്ട് നീ ഒപ്പിട്ടാൻ പറയുന്നത് എത്രയും സ്ഥലത്ത് സാധാരണക്കാർ സ്വാഭാവികം. അല്ല, ഞാൻ പറയുന്നത് അതിനകത്ത് ചിലവാക്കിയ നിങ്ങൾക്ക് പോകാൻ അവിടെ വിഷ്വൽസ് ഉണ്ടല്ലോ, അതിനകത്ത് പരിശോധിച്ചൂടി. രമേശ് ചെന്നിത്തലയിലെ ഇപ്പം ഭരിക്കുന്നത്, UDF അല്ലേ ഭരിക്കുന്നത്, നിങ്ങളത് പരിശോധിക്കൂ. അപ്പൊ നിങ്ങൾ പറയുന്നത് ഡ്രസ്സിന്റെ കോഡ് അല്ല, സ്വാഭാവികമായി നിങ്ങൾ ഡ്രസ് കോഡും ചെയ്ത കാര്യം പറഞ്ഞത് ഒരു ഉടുപ്പിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം പോലീസുകാരാണ് വാങ്ങിച്ചത് കൊടുത്തത്. പിന്നെ പ്രശാന്ത് SHO ആയിരുന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് രാഷ്ട്രീയം പാടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ. എന്നാൽ നിങ്ങൾ ഇപ്പോഴത്തെ ആൾക്കാർക്ക് പാടില്ല, എല്ലാവർക്കും രാഷ്ട്രീയം. ഞാൻ പറയട്ടെ, അതായത് SHO പ്രശാന്ത് അത്രത്തോളം ന്യായസ്ഥനാണ് എന്നുള്ളത് അങ്ങ് പറയുന്നു. ഞാൻ പറയട്ടെ, SHO പ്രശാന്തിന്റെ ചുമതലയിലുള്ളപ്പോഴാണ് പിണറായിയുടെ വീട്ടിലെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത്. അന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന് കൃത്യമായി നിർദ്ദേശമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ വ്യക്തമായ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇവിടെ ആൾക്കൂട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന്. അന്ന് ഈ പ്രശാന്തിന് വേണമെങ്കിൽ IPBനും അടക്കമുള്ള ഈ ക്രിമിനൽ സംഘത്തെ അവിടെ നിന്ന് മാറ്റാമായിരുന്നു. അന്ന് പ്രശാന്ത് കണ്ടില്ല എന്നടിച്ചു, ഈ ആക്രമണത്തിന് ഒത്താശ ചെയ്തു. ഈ ക്രിമിനൽ സംഘത്തിന്റെ ഇടയിലേക്ക് ആ ED ഉദ്യോഗസ്ഥരെ ഇറക്കി വിട്ടത് പോലും പ്രശാന്തിന്റെ ഗൂഢാലോചനയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനു മുൻപുമുണ്ട് പ്രശാന്തിന്റെ CPM കൂറ്. ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ പോയ റൂട്ട് പോലും അന്നത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് CI ആയ ഈ പ്രശാന്ത് ആണ് ചോർത്തി കൊടുത്തത് SFI നേതാക്കന്മാർക്ക്. രാഷ്ട്രീയം പാടില്ല നിങ്ങൾ പറയൂ, പോലീസ് സേനയിൽ ആർക്കും രാഷ്ട്രീയം പാടില്ല നിങ്ങൾ പറയൂ രഞ്ജിത്തെ. അദ്ദേഹം ഒരു CPMന്റെ നേതാവായി വിടുപണി ചെയ്യരുത്. ശ്രീ സതീഷ് വിടുപണി ചെയ്യരുത്. ഇത്തരത്തിൽ CPMന് വിടുപണി ചെയ്യരുത്. ഞാൻ അങ്ങനെ ഒരു മിനിറ്റ് കൂടി പറഞ്ഞിട്ട് എന്നെ നിർത്താം. രഞ്ജിത്ത് പറയുന്നത് പ്രശാന്ത് ഇതിൽ ഏതെങ്കിലും ഫോട്ടോയിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? പറയൂ, അങ്ങനെ വല്ല വന്നിട്ടുണ്ടോ? ഈ IPBന്റെ കൂടെ ഊഞ്ഞാലാടാനും അല്ലെങ്കിൽ ഇവരെ ഉണ്ണികൃഷ്ണന്റെ കൂടെ അത്തത്തിലും അല്ലെങ്കിൽ ചെണ്ടടിക്കാനും എല്ലാം അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ തെറ്റ്. ആ ഫോട്ടോ പുറത്തു വന്നിട്ടില്ലായിരിക്കും. അങ്ങ് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ മോഹൻലാൽ പഴയ സിനിമയിൽ ചോദിക്കണ്ടല്ലോ, ദുബായ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ദുബായ് ഇല്ലേന്ന് ചോദിക്കുന്ന പോലെ നിങ്ങൾ പറയുന്ന കേട്ടാൽ